ഇന്ന് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. അന്ത്യകാലം, അന്ത്യനാഴിക രണ്ടും രണ്ടാണ് എന്ന് പറയാനാണ്. ട്രോണോസ് എന്നൊരു പദവും കെയ്റോസ് എന്നൊരു പദവും ഇതിനെ സംബന്ധിച്ച് മൂലഭാഷയിൽ ഉണ്ട്. പക്ഷേ നമ്മൾ നാളുകളായിട്ട് പറഞ്ഞു വരുന്നത് അന്ത്യകാലം എന്നാണ്. തൊട്ടു മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ശ്രദ്ധിക്കണം, നോഹയുടെ കാലം എന്നുള്ളത് അന്ത്യകാലം എന്ന സബ്ജക്റ്റാണ്. എന്നാൽ തൊട്ടു താഴെ നാളും നാഴികയും എന്ന് പറയുന്നത് കാലത്തെ കുറിക്കുന്നതല്ല. ഈ രണ്ട് മൂലഭാഷയിലെ പദങ്ങളുടെ വ്യത്യാസമാണ് എന്നെ ഈ പ്രസംഗത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാലമെന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതൊരു പ്രത്യേക ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡിന് പറയുന്നതാണ് കാലം. ഇപ്പം ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 44 വർഷമായി. ഇത്രയും വർഷമായിട്ട് ഒരുപാട് ഉപദേശിമാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, യേശു വരാറായി, യേശു വരാറായി. യേശു വരാറായി എന്ന് കേട്ടാൽ ഇപ്പം ആരും അങ്ങനെ സ്വോത്രമൊന്നും പറയാറില്ല. കാരണം അത് വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള മട്ടിലൊക്കെയാണ്. നമ്മളൊന്ന് രക്ഷപ്പെട്ട് ഇവിടെ പച്ച പിടിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള മട്ടിലാണ് നമ്മളെ ആളുകളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് ആളുകളൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് കാലമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് വന്നാൽ പോരെ എന്നൊരു ചിന്തയാണ്. അപ്പോൾ ബ്രാക്കറ്റ് പീരീഡിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. മറിച്ച് ഇവിടെ കെയ്റോസ് എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നാഴിക എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയം, ഘടികാര സമയം വന്നെത്തുന്ന വളരെ കൃത്യമായ സമയത്തിന് പറയുന്ന പേരാണ് നാഴിക എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പം എൻ്റെ വാച്ചിൽ, നിങ്ങളുടെ വാച്ചിൽ സമയം 7:45 8 മണിയാകാൻ 10-15 മിനിറ്റുണ്ട്. നമ്മൾ ആര് തടഞ്ഞാലും ഇതിൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ ചെറിയ സൂചി 8-ലും വലിയ സൂചി 12-ലും മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി കറങ്ങിക്കൊണ്ടിരുന്നാൽ 8 മണിയാകും. അത് കൃത്യമായിട്ട് വരും. പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ പറയാറുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ കേൾക്കാറുണ്ട്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞ് പഠിച്ചത് കൊണ്ടാണ്. ചിലർ പറയാറുണ്ട്, സമയം മുന്നോട്ട് പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ? സമയം മുന്നോട്ട് പോയി. എനിക്കറിയാൻ മേല. ഞാൻ ഇന്ന് വരെ സമയം മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. സമയം കൃത്യമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആര് പിറകോട്ട് പോയി? നമ്മൾ.